ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥ കനക്കുന്നതിനിടെ ഇറാൻ അമേരിക്ക ബന്ധത്തിൽ നിർണായകമായ മൂന്നാം ഘട്ട ആണവ ചർച്ച ഇന്ന് ജനീവയിൽ ആരംഭിക്കുന്നു. യുദ്ധമോ സമാധാനമോ എന്ന ചോദ്യത്തിന് ഉത്തരവാകുന്ന ഈ ചർച്ചയിൽ നീതിയുക്തമായ കരാറിലേക്ക് നീങ്ങാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാൻ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. മേഖലയുടെ ഭാവി സുരക്ഷയും ആഗോള രാഷ്ട്രീയ തുലാസം നിർണ്ണയിക്കുന്ന നിർണായക നിമിഷമാണിത്. ആണവ ചർച്ച പരാജയപ്പെടുമെന്ന പക്ഷം ഇറാനെതിരെ യുഎസിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട്. അതേസമയം ആക്രമണം നടന്ന പക്ഷം ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗലീബാഗ് പറഞ്ഞത്. നേരത്തെ നടന്ന 2 ഘട്ട ചർച്ചകളിലും ആണവ കരാർ സംബന്ധിച്ച് ധാരണയായിരുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കവേ പശ്ചിമേഷ്യൻ തീരത്ത് അമേരിക്ക സൈനിക സന്നാഹം ശക്തപ്പെടുത്തി. ഇരു രാജ്യങ്ങളും ഇന്ന് ചർച്ചകൾ നടത്താനിരിക്കെ കഴിഞ്ഞ ദിവസം ട്രംപിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ട്രംപിന്റേത് വലിയ നുണകളാണെന്ന് ഇറാൻ പറഞ്ഞു. ട്രംപിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് യുഎസിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇറാൻ ആഞ്ഞടിച്ചത്. ഇറാൻ വലിയ തോതിൽ ആണവായുധം നിർമ്മിക്കുന്നുവെന്നും അവർ ലോകത്ത് വലിയ ഭീഷണിയാണെന്നും ട്രംപ് ആരോപിക്കുന്നു. എന്നാൽ ട്രംപിന്റേത് വെറും നുണപ്രചാരണങ്ങൾ മാത്രമാണെന്നും തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം യുഎസിന്റെ പുതിയ തന്ത്രമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ പ്രചരിപ്പിച്ച അതേ നുണകളാണ് വീണ്ടും പ്രചരിപ്പിക്കുന്നത്. ആണവായുധങ്ങൾ തങ്ങളുടെ പ്രതിരോധ നയത്തിലില്ല എന്ന് തങ്ങൾ പലവട്ടം വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ട്രംപിന്റെ പ്രസ്താവനകൾ സമാധാനം തകർക്കാനുള്ളതാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യ ഭരണകാലത്ത് ഇറാന്റെ ആണവ കരാറിൽ നിന്ന് അദ്ദേഹം ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. എന്നാൽ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ഇറാനെതിരെ കൂടുതൽ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് പുതിയ പ്രസ്താവനകളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കില്ല എന്ന് ഉറപ്പുവരുത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനിലെ കൂടുതൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്ക പുതിയതായി 12 F-22 പോർ വിമാനങ്ങൾ ഇന്നലെ ഇസ്രായേൽ വ്യോമത്താവളത്തിൽ എത്തിച്ചു. ഏതു സാഹചര്യം നേരിടാനും സജ്ജമാണെന്ന് അമേരിക്കയും ഇറാനും വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 8 രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേലിലേക്കുള്ള മുഴുവൻ വിമാന സർവീസും നിർത്തിവെച്ചതായി ഡച്ച് എയർലൈൻസ് അറിയിച്ചു. ഈ മാസം അവസാനത്തോടെ ആഗോള എണ്ണവില 7 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമാക്കാനുള്ള സാധ്യത വിപണിയിൽ വിലയിരുത്തപ്പെടുന്നതോടെയാണ് ആഗോള എണ്ണവില വർധനവ് ഉണ്ടായാൽ കാരണമായത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 45 സെന്റ് ഉയർന്ന് $71.22 അതേസമയം വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ 42 സെന്റ് ഉയർന്ന് $66.05 അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാറ്റകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ചയിൽ ക്രൂഡ് ഓയിൽ ഇൻവെന്ററി 11.43 ദശലക്ഷം ബാരൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഗ്യാസോലിൻ ഡിസ്റ്റിലേറ്റിലെ സ്റ്റോക്കുകൾ കുറവ് രേഖപ്പെടുത്തി. ആഗോള വ്യാപാരത്തെയും സാമ്പത്തിക വളർച്ചയും കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതോടൊപ്പം പ്രാദേശിക സംഘർഷങ്ങൾ വീണ്ടും ഉയർന്നു വന്നതോടെ നിക്ഷേപകർ എണ്ണ പോലുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് മാറി സ്വർണം ഉൾപ്പെടെയുള്ള പരമ്പരാഗത സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.